ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നവരാത്രിക്ക് സരസ്വതി മണ്ഡപത്തിലൊരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ വലിയ കാര്യത്തിൽ വ്ലോഗ് ചെയ്യാം എന്ന് വിചാരിച്ചുകൂടാ. പിന്നെ ഞങ്ങൾ വ്ലോഗ് തുടങ്ങി, എഡിറ്റ് ചെയ്തു. അതിനിടയിൽ പല സംഭവങ്ങൾ നടന്നു. പക്ഷെ നമ്മൾ ഇതുവരെ ആ വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇഷ്ടപ്പെട്ടെടുത്തതാണല്ലോ, അപ്പോൾ ആ വ്ലോഗ് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാക്കി വീഡിയോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി കാണുമ്പോൾ നിങ്ങളതിന് വരാനുള്ള പ്രോഗ്രാമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് അതിനൊരു ഇൻട്രോ പോലെ ചെയ്തതാണ്. അപ്പോൾ ശരി, നിങ്ങൾ ഞങ്ങളുടെ വ്ലോഗ് എടുക്കാൻ അറിഞ്ഞുകൂടാത്ത 3 കുട്ടികളുടെ വ്ലോഗ് കണ്ടിട്ട് വരും. ഓക്കേ, ഇതാണ് ഞങ്ങളുടെ വോയിസ് ആൻഡ് ന്യൂസിൻ്റെ കുന്നത്തുകാൽ ബ്രാഞ്ച്. ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ച് കുന്നത്തുകാലാണ്. വല്യവിളയിൽ ഞങ്ങളുടെ സബ് ബ്രാഞ്ചാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടോ ഗൈസ്, ഞങ്ങളുടെ കുന്നത്തുകാൽ ബ്രാഞ്ച്. ഹായ്, തീ കിടക്കുന്നു. പ്രാക്ടീസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സ്റ്റേജിൽ തകർത്തു എന്ന്. പക്ഷേ അതിനിടയിൽ പലതും സംഭവിച്ചു ഗൈസ്. നമ്മൾ കോഫി കുടിക്കാൻ വന്നതാണ്. പ്രാക്ടീസ് കാര്യമായിട്ട് നടന്നില്ലെങ്കിലും ആഹാരം നന്നായിട്ട് നടക്കും. ഐഗിരിനന്ദിനി ഡാൻസിൻ്റെ കുറേയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം കത്തിയും അമ്പും വില്ലും അവസാനം പവനായി ശവമായി. ഡാൻസിനിടയിൽ കാല് മടങ്ങി അന്ന് ലെഗ് ഇഞ്ചറി ആയതാണ്. അപ്പോൾ വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും വേദന കൂടി. പിന്നെ 1 മാസത്തേക്ക് എന്നോട് ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ എനിക്ക് പ്രോഗ്രാമിന് കയറാൻ പറ്റിയില്ല. അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണ വയനാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചേച്ചി കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ഈ രണ്ടും കൂടെ കാണിക്കുന്നത് നമുക്കിൻ്റെ ബാക്കി കാണാം. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഈ ബ്ലോഗിന്റെ ഈ ഭാഗം തൊട്ട് ശില്പ ചേച്ചി ഇല്ല. പ്രാക്ടീസിന്റെ ഇടയിൽ ശില്പ ചേച്ചിക്ക് ഒരു ചെറിയ അത് പറയുമ്പോ തനിക്കെന്താ ഇത്ര സന്തോഷം? പ്രാക്ടീസിന് എനിക്ക് വരാൻ പറ്റിയില്ല. ചേച്ചി റെസ്റ്റ് എടുക്കുകയാണ്. അത്രേ ഉള്ളൂ ഗൈസ്, എനിക്ക് പറയാനറിയില്ല. നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് ഗൈസ് 23-ാം തീയതി പൂജപ്പുര നവരാത്രി മണ്ഡപത്തിൽ വെച്ച്. ഇങ്ങനെ കുറേ വർഷങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം നിറവേറാൻ പോവാണ്. ഈശ്വര, ഇതുങ്ങളോടൊക്കെ ഞാൻ ആ വീഡിയോയ്ക്ക് ഒന്ന് വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞതാണ്. ഇതിപ്പോ എന്താ കാണിച്ചിരിക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നവരാത്രിക്കൊരു ബൊമ്മക്കൊലുവൊക്കെ ഒരുക്കി കുന്നത്തുകാൽ ബ്രാഞ്ചിലെ നവരാത്രി ചെറിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പറയാൻ അറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട്